നമസ്കാരം. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഡിഫൈൻ ചെയ്ത റോസ്കിയൻ ഫങ്ഷൻസിൻ്റെ ലീനിയർ ഡിപ്പെൻഡൻസ് ഓർ ഇൻഡിപെൻഡൻസ് ഡിസൈഡ് ചെയ്യുന്നതിൽ എങ്ങനെ അപ്ലൈ ചെയ്യാം എന്നുള്ളതാണ് ഈ വീഡിയോയിൽ നമ്മൾ പരിശോധിക്കുന്നത്. ഡയറക്റ്റായിട്ട് നമ്മൾ ചില ഡിസ്കഷൻസ് നടത്തുന്ന ഡിസ്കഷൻ ഇതാണ്. വി ഹാവ് n ഫങ്ഷൻസ്. നമ്മളതിൽ n ഫങ്ഷൻസ് ഉണ്ട്. f1 f2 എക്സെട്ര fn n ഫങ്ഷൻസ് നമ്മൾ അതിലുണ്ട്. ആൻഡ് യു അസ്യൂം നമ്മൾ ഓപ്പണായിട്ടൊരു ഡിസ്കഷൻ സ്റ്റാർട്ട് ചെയ്യാണ്. ആ ഡിസ്കഷൻ്റെ ലാസ്റ്റ് നമുക്കൊരു കൺക്ലൂഷൻ കിട്ടും. ആ കൺക്ലൂഷൻ ആയിരിക്കും നമ്മുടെ ആപ്ലിക്കേഷൻ. അപ്പോൾ നമ്മളതിൽ n ഫങ്ഷൻസ് നമ്മൾ അതിലുണ്ട്. ആൻഡ് യു അസ്യൂം ദീസ് n ഫങ്ഷൻസ് ആർ ലീനിയർലി ഡിപ്പെൻഡൻറ്റ്. ആ അസംഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ അസംഷൻ assume these n functions f1 f2 etc fn are linearly dependent നമ്മൾ അസ്യൂം ചെയ്തു. അതുകൊണ്ട് മീൻ ചെയ്യുന്നത് എന്താണ്? യു കൺസിഡർ ദ ലീനിയർ ഇക്വേഷൻ c1 f1 പ്ലസ് c1 f1 of x. അത് എഴുതാം. c1 f1 of x പ്ലസ് c2 f2 of x പ്ലസ് എക്സെട്ര പ്ലസ് cn fn of x is equal to 0. നോക്കൂ, നമ്മൾ യൂഷ്വലി ഡിപ്പെൻഡൻസ് ഓർ ഇൻഡിപെൻഡൻസ് ചെക്ക് ചെയ്യാൻ ഇതുപോലെ ലീനിയർ കോമ്പിനേഷൻ അല്ലെങ്കിൽ ചൂസ് ചെയ്യാം. ഞാൻ ലീനിയർ കോമ്പിനേഷൻ എടുത്തിട്ടുണ്ട്. ഈക്വൽ ടു 0. നമ്മുടെ അസംഷൻ എന്താ? ദീസ് ഫങ്ഷൻസ് ആർ ലീനിയർലി ഡിപ്പെൻഡൻ്റ് ആണ്. ലീനിയർലി ഡിപ്പെൻഡൻ്റ് ആണെങ്കിൽ ഈ കോഎഫിഷ്യൻസിനെ കുറിച്ച് നിങ്ങൾക്ക് എന്താ പറയാൻ പറ്റുക? c1 c2 എക്സെട്ര അപ് ടു cn കുറിച്ച് എന്താ പറയാൻ പറ്റുക? കൺക്ലൂഷൻ, ദർ എക്സിസ്റ്റ് non-trivial solution or non-trivial values for c1 c2 etc up to cn. എല്ലാം c1 c2 etc up to cn എല്ലാം 0 അല്ലാത്ത നോൺ ട്രിവിയൽ സൊല്യൂഷൻസ് സാറ്റിസ്ഫൈ ചെയ്യുന്ന c1 c2 etc cn ജീവിച്ചിരിപ്പുണ്ട്. അതാണ് എൻ്റെ അർത്ഥം. നമുക്ക് കണ്ടുപിടിക്കണമെങ്കിലോ, ആ വാല്യൂസ് കണ്ടുപിടിക്കണമെങ്കിലോ ഇവിടെ എത്ര വേരിയബിൾസ് കാണാനുണ്ട്? c1 c2 etc up to cn n വേരിയബിൾസ് കാണാനുണ്ട്. നമ്മുടെ കയ്യിൽ എത്ര ഇക്വേഷൻസേ ഉള്ളൂ? ഒരു ഇക്വേഷൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ കൂടുതൽ ഇക്വേഷൻസ് നമ്മൾ കൺസ്ട്രക്ട് ചെയ്യണം ആദ്യം ചെയ്യുന്നത്. കൂടുതൽ ഇക്വേഷൻസ് കൺസ്ട്രക്ട് ചെയ്യാൻ നമ്മൾ ചെയ്യുന്ന വർക്ക് ഈ ഇക്വേഷനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യാണ്. ഫസ്റ്റ് ഡെറിവേറ്റീവ് കാണുമ്പോൾ c1 കോൺസ്റ്റൻറ്റ്, c1 ഇൻറ്റു f1 ഡാഷ് ഓഫ് x പ്ലസ് c2 ഇൻറ്റു f2 ഡാഷ് ഓഫ് x പ്ലസ് എക്സെട്ര പ്ലസ് cn fn dash of x is equal to 0. First derivative. Again differentiating. So c1 f1 double dash of x plus c2 f2 double dash of x plus etc plus cn fn n minus 1 of x. cn fn double dash of x equal to 0. Second derivative കണ്ടു. എക്സെട്ര നമ്മൾ n-1th ഡെറിവേറ്റീവ് കാണാം. n-1th ഡെറിവേറ്റീവ് കാണാൻ കാരണം അപ്പോൾ നമ്മളതിൽ n ഇക്വേഷൻസ് ആയിക്കോളും അല്ലേ. f1 തുടങ്ങി fn-1 n ഇക്വേഷൻസ് ഉണ്ടാവും. സോ c1 ഇൻറ്റു fn-1 ഓഫ് എക്സ് പ്ലസ് c2 f2 n-1 ഓഫ് എക്സ് പ്ലസ് എക്സെട്ര പ്ലസ് cn fn n-1 ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു 0. നമ്മളതിൽ n ഇക്വേഷൻസ് ആയുണ്ട്. ഇനി n ഇക്വേഷൻ സോൾവ് ചെയ്താൽ മതി. ഈ n ഇക്വേഷൻ സോൾവ് ചെയ്താൽ നമുക്ക് മെട്രിക്സ് ഫോമിലേക്ക് മാറ്റാം. വേരിയബിൾസ് ആരാ? c1 c2 എക്സെട്ര cn ആണ് വേരിയബിൾസ്. മെട്രിക്സ് ഫോമിലേക്ക് മാറ്റുമ്പോൾ ഫസ്റ്റ് റോയിൽ f1 ഓഫ് എക്സ് f2 ഓഫ് എക്സ് എക്സെട്ര fn ഓഫ് എക്സ്. ഞാനത് f1 എഴുതുന്നുള്ളൂ. സോ f1 f2 f3 എക്സെട്ര fn. സെക്കൻഡ് റോയിൽ എന്താ വരിക? f1 ഡാഷ് f2 ഡാഷ് എക്സെട്ര fn ഡാഷ്. സെക്കൻഡ് റോയിൽ f1 ഡാഷ് f2 ഡാഷ് എക്സെട്ര fn ഡാഷ്. ലാസ്റ്റ് റോയിൽ വരുന്നത് f1 n-1 f2 n-1 എക്സെട്ര fn n-1. ദിസ് മെട്രിക്സ് ഇൻറ്റു ആരാണ് വേരിയബിൾസ്? c1 c2 എക്സെട്ര cn ഈസ് ഈക്വൽ ടു 0.
ഓക്കെ അല്ലേ? അപ്പോൾ നമ്മൾ ചെയ്തത് ദിസ് ഹോമോജനസ് ഇക്വേഷൻ ഈസ് എക്സ്പ്രസ്ഡ് ഇൻ ടേംസ് ഓഫ് മെട്രിക്സസ്. എപ്പോഴാണ് ഹോമോജനസ് സിസ്റ്റത്തിന് യുണീക്ക് സൊല്യൂഷൻ ഉണ്ടാകുന്നത്? യുണീക്ക് സൊല്യൂഷൻ വരുന്നത് n = r ആകുമ്പോഴാണ്. എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് അൺനോൺസാണ്. ഇതിൻ്റെ റാങ്ക് കാണാം. ഈ മെട്രിക്സിൻ്റെ റാങ്ക് 6, നമ്പർ ഓഫ് അൺനോൺസ് ഇവിടെ n ആണ്. സോ n = r ആണെങ്കിൽ ദിസ് ഇംപ്ലൈസ് യുണീക്ക് സൊല്യൂഷൻ. യുണീക്ക് സൊല്യൂഷൻ മീൻസ് ട്രിവിയൽ സൊല്യൂഷൻ. ഹോമോജനസ് കേസിൽ യുണീക്ക് സൊല്യൂഷൻ ട്രിവിയൽ സൊല്യൂഷനാണ്. ഇനി n > r ആണെങ്കിൽ n > r ഇംപ്ലൈസ് നോൺ ട്രിവിയൽ സൊല്യൂഷനാണ്. നോൺ ട്രിവിയൽ സൊല്യൂഷൻ. ഇവിടെ ഒരു കാര്യം കൂടെ പറയാനുള്ളത്, നമ്മളിവിടെ ഈ റാങ്കും നമ്പർ ഓഫ് അൺനോൺസും ഉള്ള കണക്ഷൻ വെച്ചിരിക്കുന്നത് n-ഉം r-ഉം വെച്ചുകൊണ്ടാണ്. ഡിറ്റർമിനൻ്റ് വെച്ചുകൊണ്ട് നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. ഡിറ്റർമിനൻ്റ് ഇതിൻ്റെ ഇവിടെ എത്ര റോസാണ് ഉള്ളത്? ഇതൊരു n/n മെട്രിക്സാണ്, ശരിയല്ലേ? n റോസ് ആൻഡ് n കോളംസ്. ഇതൊരു n/n മെട്രിക്സാണ്. എപ്പോഴാണ് ഈ മെട്രിക്സിൻ്റെ റാങ്ക് n ആവുക? ഈ മെട്രിക്സിൻ്റെ റാങ്ക് n ആവണമെങ്കിൽ ഇതിൻ്റെ ഡിറ്റർമിനൻ്റ് നോൺ സീറോ ആയിരിക്കണം. റാങ്കും ഡിറ്റർമിനൻ്റും കണക്ഷനാണ്. ഈ മെട്രിക്സിൻ്റെ റാങ്ക് n ആവണമെങ്കിൽ ദ ഡിറ്റർമിനൻ്റ് ഓഫ് ദിസ് മെട്രിക്സ് ഷുഡ് ബി ഈക്വൽ ടു ഈസ് നോൺ സീറോ ആയിരിക്കണം. ക്ലിയർ അല്ലേ? ഇനി എപ്പോഴാണ് നോൺ ട്രിവിയൽ സൊല്യൂഷൻ ഉണ്ടാവുക? n > r. n > r ആണെങ്കിൽ തീർച്ചയായിട്ടും ഈ മെട്രിക്സിൻ്റെ ഡിറ്റർമിനൻ്റ് എന്തായിരിക്കണം? ഡിറ്റർമിനൻ്റ് സീറോ ആയിരിക്കണം. നമ്മുടെ അസംഷനിലേക്ക് വരാം. എന്താ നമ്മുടെ അസംഷൻ? നമ്മുടെ അസംഷൻ ഇത് ലീനിയർലി ഡിപ്പെൻഡൻ്റ് ആണ്. ലീനിയർലി ഡിപ്പെൻഡൻ്റ് എന്ന് മീൻ ചെയ്യുന്നത് നോൺ ട്രിവിയൽ സൊല്യൂഷൻ ഉണ്ട്. നോൺ ട്രിവിയൽ സൊല്യൂഷൻ എക്സിസ്റ്റ് ചെയ്യണമെങ്കിൽ കണ്ടീഷൻ എന്താണ്? n > r ആണ്. നോൺ ട്രിവിയൽ സൊല്യൂഷൻ എക്സിസ്റ്റ് ചെയ്യണമെങ്കിൽ ഡിറ്റർമിനൻ്റ് വെച്ചുള്ള കണ്ടീഷൻ എന്താണ്? ദിസ് ഡിറ്റർമിനൻ്റ് ഈസ് ഈക്വൽ ടു സീറോ ആയിരിക്കണം. സോ ദിസ് ഡിറ്റർമിനൻ്റ് മീൻസ് determinant of f1, f2, f3, etc. fn, f1 dash, f2 dash, etc. fn dash, last, etc. f1n minus 1, f2n minus 1, etc. fnn minus 1 is equal to 0 ആയിരിക്കണം. ഇവിടെ ചെറിയൊരു ഗ്യാപ്പ് നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ സാധ്യതയുള്ളത് ഈ റാങ്കും ഡിറ്റർമിനും നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അത് ഇവിടെ മിസ്സിങ് ഉണ്ടെങ്കിൽ നിങ്ങൾ നോക്കേണ്ടത് റാങ്ക് പഠിച്ച സെക്ഷനിലാണ്. അവിടെ റാങ്കിൻ്റെ ഡെഫിനിഷൻ നോക്കാം. എന്തായിരുന്നു റാങ്ക്? റാങ്ക് ഓഫ് എ മെട്രിക്സ് ഈസ് ദ ഓർഡർ ഓഫ് ദ ലാർജസ്റ്റ് സ്ക്വയർ സബ് മെട്രിക്സ് ഹൂസ് ഡിറ്റർമിനൻ്റ് ഈസ് നോൺ സീറോ എന്നാണ്. ഈ ഒരു മെട്രിക്സിൻ്റെ ലാർജസ്റ്റ് സ്ക്വയർ സബ് മെട്രിക്സ് ആ മെട്രിക്സ് തന്നെയാണ്. അതിൻ്റെ ഡിറ്റർമിനൻ്റ് നോൺ സീറോ ആണെങ്കിൽ യുണീക്ക് സൊല്യൂഷൻ. നോൺ ട്രിവിയൽ സൊല്യൂഷൻ വേണമെങ്കിൽ ഡിറ്റർമിനൻ്റ് ഈസ് ഈക്വൽ ടു സീറോ ആയിരിക്കണം. അവിടെ നോക്കിയാൽ മതി. ഓക്കെ അല്ലേ? ഇവിടെ തിരിച്ചു വരുമ്പോൾ ഇതെന്താ സാധനം? ഈ സാധനം എന്താ? ഇത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പഠിച്ച നമ്മുടെ റോസ്കിയനാണ്. ദിസ് ഈസ് ദ റോസ്കിയൻ ഓഫ് ദ ഫങ്ഷൻസ് f1, f2, f3, etc. അപ് ടു fn ഈക്വൽ ടു 0. ക്ലിയർ ആണോ? ഇപ്പോൾ നമ്മുടെ കൺക്ലൂഷനായി. എന്താ കൺക്ലൂഷൻ? ഇഫ് ദേ ആർ ലീനിയർലി ഡിപ്പെൻഡൻറ്റ് ദെൻ റോസ്കിയൻ ഈസ് ഈക്വൽ ടു 0. നമ്മളിപ്പോൾ പ്രൂവ് ചെയ്ത റിസൾട്ടാണ്. പ്രൂവ് ചെയ്ത റിസൾട്ട് ഇഫ് ദീസ് ഫങ്ഷൻസ് ആർ ലീനിയർലി ഡിപ്പെൻഡൻറ്റ്, ഞാൻ പറയുന്നത് ശ്രദ്ധിക്കണം, ഇഫ് ദീസ് ഫങ്ഷൻസ് ആർ ലീനിയർലി ഡിപ്പെൻഡൻറ്റ് ദെൻ ദെയർ റോസ്കിയൻ ഈസ് ഈക്വൽ ടു 0. അതാ പ്രൂവ് ചെയ്തത്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇവിടെ ഒരു തിയറം വേണമെങ്കിൽ എഴുതാം. എന്താ തിയറത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ്? ഇഫ് ദ ഫങ്ഷൻസ് f1, f2, etc. fn ആർ n-1 ടൈംസ് ഡിഫറൻഷ്യൽ ആയിരിക്കണം. കാരണം നമ്മൾ ഈ ഫങ്ഷൻസിനൊക്കെ ഡിഫറൻഷ്യേറ്റ് ചെയ്യേണ്ടത്. സോ ഇഫ് ദീസ് ഫങ്ഷൻസ് ആർ n-1 ടൈംസ് ഡിഫറൻഷ്യബിൾ and if these functions are linearly dependent then their Roskian is equal to 0. ക്ലിയർ? പക്ഷേ ഇവിടെയുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമുക്കെന്താ വെരിഫൈ ചെയ്യേണ്ടത്? നമുക്ക് വെരിഫൈ ചെയ്യേണ്ടത് ഫങ്ഷൻസ് ലീനിയർലി ഡിപ്പെൻഡൻറ്റ് ഓർ ഇൻഡിപെൻഡൻ്റ് ആണ് വെരിഫൈ ചെയ്യേണ്ടത്. പക്ഷേ ഇവിടെ നമുക്ക് കിട്ടിയ റിസൾട്ട് എന്താ? ലീനിയർലി ഡിപ്പെൻഡൻ്റ് ആണെങ്കിൽ റോസ്കിയൻ 0 എന്നാണ് കിട്ടിയിരിക്കുന്നത്. ലീനിയർലി ഡിപ്പെൻഡൻറ്റ് ഇംപ്ലൈസ് റോസ്കിയൻ 0. അതുകൊണ്ട് നമുക്ക് കാര്യമില്ല. നമുക്കെന്താ വേണ്ടത്? റോസ്കിയൻ ഉപയോഗിച്ചുകൊണ്ട് ലീനിയർലി ഡിപ്പെൻഡൻറ്റ് ഓർ ഇൻഡിപെൻഡൻറ്റ് പറയാൻ വേണ്ടത്. പക്ഷേ നമ്മളവിടെ യൂസ് ചെയ്യുന്ന ടെക്നിക്ക് ഈ റോസ്കിയൻ നോട്ട് ഈക്വൽ ടു 0 ആണെങ്കിലോ? റോസ്കിയൻ നോട്ട് ഈക്വൽ ടു 0 ആണെങ്കിൽ ഒരു കാര്യം ഉറപ്പാണ്, അവരെന്തല്ല? ലീനിയർലി ഡിപ്പെൻഡൻ്റ് അല്ല. കാരണം നമ്മളിപ്പം പ്രൂവ് ചെയ്തത് ഡിപ്പെൻഡൻ്റ് ആണെങ്കിൽ റോസ്കിയൻ 0 എന്നാണ്. അപ്പോൾ റോസ്കിയൻ നോൺ 0 ആണെങ്കിൽ ലീനിയർലി ഡിപ്പെൻഡൻ്റ് അല്ല എന്നാണ്. എന്താണ്? ദേ ആർ ലീനിയർലി ഇൻഡിപെൻഡൻറ്റ്. ക്ലിയർ?
അപ്പോൾ നമ്മുടെ റിസൾട്ട് ഇതാണ്. ഇഫ് ദ റോസ്കിയൻ ഈസ് നോട്ട് ഈക്വൽ ടു 0 ദെൻ ദ ഫങ്ഷൻസ് ആർ ലീനിയർലി ഇൻഡിപെൻഡൻറ്റ്. നേരത്തെ കഴിഞ്ഞ വീഡിയോ പറഞ്ഞ പോലെ റോസ്കിയൻ ഈസ് ഈക്വൽ ടു 0 എന്നല്ല നമ്മൾ പറയാം. ഫങ്ഷൻസിൻ്റെ കേസ് ആയതുകൊണ്ട് അത് ആരെ കൂടെ ഡിപ്പെൻഡ് ചെയ്യണം? എക്സിനെ ഡിപ്പെൻഡ് ചെയ്യാതെ തന്നെ 0 ആയിരിക്കണം. നമ്മൾ പറയാം റോസ്കിയൻ ഈസ് നോട്ട് ഐഡൻറ്റിക്കലി 0 എന്നാണ്. എന്ന് പറഞ്ഞാൽ ഒരു എക്സ് വാല്യൂസിനും 0 ആകാൻ പാടില്ല. ഒരു എക്സ് വാല്യൂസ് ഉണ്ടാലോ ഏതെങ്കിലും ഒരു എക്സിനെങ്കിലും എന്തായിരിക്കണം? അത് നോൺ 0 ആയിരിക്കണം. അങ്ങനെ റോസ്കിയൻ നോട്ട് ഐഡൻറ്റിക്കലി 0 ആണെങ്കിൽ നമ്മുടെ ഫങ്ഷൻസ് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണ്. നമുക്ക് ഇവിടെ എഴുതാനുള്ളത് ഒരു തിയറമാണ്. തിയറത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് ഇതാണ്. തിയറം if the functions f1, f2, etc. fn are n-1 continuous differentiable n-1 continuous differentiable in open interval minus infinity to infinity and if their Rosquian is not identically 0. ഐഡൻറ്റിക്കലി 0 എന്ന് പറഞ്ഞാൽ ഏത് എക്സ് വാല്യൂ കൊടുത്തു കഴിഞ്ഞാലും 0 ആണ്. അപ്പം നോട്ട് ഐഡൻറ്റിക്കലി 0 എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു എക്സ് വാല്യൂസിനെങ്കിലും എന്തായാൽ മതി? അത് നോൺ 0 ആയി മതി. നോട്ട് ഐഡൻറ്റിക്കലി 0 then these functions are linearly independent. ഇതാണ് കൺക്ലൂഷൻ. നമ്മൾ പ്രൂവ് ചെയ്തതല്ല തിയറായിട്ട് എഴുതിയത്, അത് നേരെ തിരിച്ചെഴുതിയ. ഇവിടെ പറഞ്ഞത് റോസ്കിയൻ ഈസ് ഈക്വൽ ടു 0 എന്നാണ്. നമ്മൾ ഇത് റോസ്കിയൻ നോൺ 0 ആയിട്ടുള്ള കേസാണ്. ഇഫ് ദ റോസ്കിയൻ ഈസ് നോട്ട് ഐഡൻറ്റിക്കലി 0 ദീസ് ഫങ്ഷൻസ് ആർ ലീനിയർലി ഇൻഡിപെൻഡൻറ്റ്. ക്ലിയർ? നമ്മളത് അടുത്ത വീഡിയോയിൽ നമ്മൾ ഫങ്ഷൻസിൻ്റെ കേസിൽ അപ്ലൈ ചെയ്യും. ഓക്കെ.